ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് മാളികപ്പുറം സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ അനുപമയാണെങ്കിൽ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ അഖിൽ മോനെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പൊ ആ സമയത്ത് പെട്ടിയും സാധനങ്ങളും ഒക്കെ എടുത്തു വെക്കുമ്പോഴത്തേക്കിനുമാണ് അങ്ങോട്ടേക്ക് മിനി കടന്നു വരുന്നത്. മിനി വന്ന പാടെ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ അനുപമത സാധനങ്ങളെല്ലാം അടുക്കി വെച്ച് അവളോട് പോലും ഒരു വാക്കുപോലും പറയാതെ വീട്ടിൽ നിന്നും പുറപ്പെടുന്ന ആ ഒരു സീനാണ്. അതുകൊണ്ട് തന്നെ മിനിയുടെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാകുകയാണ് കേട്ടോ. മിനി ചിന്തിക്കുന്നത് ആ ഒരു വൈഡൂര്യനാഗം ഒരുപക്ഷെ ഇവള് അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. ആ സാധനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഇവളിപ്പോ ഇങ്ങനെ ഒരു യാത്ര പുറപ്പെടുന്നത് എന്നുള്ള കാര്യമാണ്. അങ്ങനെ മിനിയാണെങ്കിൽ ദാ അനുപമയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ സത്യം പറയും, വീട്ടിലേക്ക് തന്നെയാണോ പോകുന്നത്, അതോ ആ ഒരു വൈഡൂര്യനാഗം മറച്ചു വിൽക്കാനുള്ള പുറപ്പാടാണോ എന്ന് ചോദിക്കുകയാണ്. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? എനിക്ക് അതിലൊരു പങ്കുമില്ല. ഞാൻ പറഞ്ഞതല്ലേ ചേച്ചിയോട്, ആ ഒരു കുഴിയിൽ നമ്മളത് കൊണ്ടുപോയി ഇട്ടെങ്കിലും പിന്നീട് ഞാൻ ആ സംഭവം കണ്ടിട്ടേ ഇല്ല എന്നുള്ള കാര്യം പറയാണ്. അപ്പൊ പിള്ളേര് തമ്മിൽ അവിടെ ചെറിയ വാച്ചിന് വേണ്ടിയിട്ട് തർക്കമൊക്കെ നടക്കുമ്പോഴത്തേക്കിനും അനുപമയാണെങ്കിൽ ആ ഒരു വാച്ച് എടുക്കാൻ പോകുന്ന തക്കത്തിന് നമ്മുടെ ഗിരിദേവൻ അവിടെ നിൽക്കുന്നുണ്ട്. ഗിരിദേവൻ വന്നിരിക്കുന്നത് അദൃശ്യനായി തന്നെയാണ്. അപ്പൊ ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള ഈ ഒരു പോരും കാര്യവും ഒക്കെ ഗിരിദേവൻ കണ്ടു നിൽക്കുകയാണ്. അങ്ങനെ ഗിരിദേവൻ ആ പതുക്കെ ആ ഒരു വൈഡൂര്യനാഗം അനുപമയുടെ പെട്ടിക്കുള്ളിലേക്ക് വെക്കുകയാണ്. അനുപമ കുഞ്ഞിന് വാച്ചെടുക്കാൻ പോകുന്ന ആ ഒരു തക്കം നോക്കി മിനിയാണെങ്കിൽ ആ ഒരു പെട്ടി പരിശോധിക്കുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാല് അവരുടെ കയ്യിൽ നിന്നുമൊക്കെ കൈമറിഞ്ഞു പോയി എന്ന് വിശ്വസിച്ചിരുന്ന വൈഡൂര്യനാഗം ദാ അനുപമയുടെ പെട്ടിക്കുള്ളിൽ നിന്ന് കിട്ടുകയാണ്. അങ്ങനെ ഇനിയിപ്പോ എന്തായാലും ഇവള് താൻ വിചാരിച്ചതുപോലെ തന്നെ ഈ ഒരു സാധനം വിൽക്കാനായിട്ടുള്ള ആ ഒരു പരിപാടി തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മിനി ആണെങ്കിൽ വൈഡൂര്യനാഗം കയ്യിലെടുക്കുകയാണ്. എടുത്തതിന് ശേഷം നേരെ നമ്മുടെ ജയനെ വിളിക്കുകയാണ്. ജയേട്ടാ, ഞാൻ പറഞ്ഞില്ലേ അനുപമ എന്തൊക്കെയോ കള്ളത്തരം കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ദാ ഇപ്പൊ ഉണ്ടല്ലോ വൈഡൂര്യനാഗം അനുപമയുടെ പെട്ടിയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അവളുടെ വീട്ടിൽ പോകുകയാണെന്നാണല്ലോ എന്നോട് വിളിച്ച് പറഞ്ഞത്. വീട്ടിൽ പോകുകയെന്ന് പറഞ്ഞായിരിക്കും, പക്ഷേ വീട്ടിൽ പോകുന്ന വഴി അവൾ ഈ സാധനം വിൽക്കാൻ തന്നെയാ തീരുമാനിച്ചിരുന്നത്. എന്തായാലും ദാ ഇപ്പം വൈഡൂര്യനാഗം എന്റെ കയ്യിലുണ്ട്. ജയേട്ടൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് വിൽക്കുന്ന ആരെങ്കിലും ആയിട്ട് ജയേട്ടന് കണക്ട് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കും പൈസക്കാരാകാമല്ലോ. കോടികളുടെ മുതലാണ് എന്റെ കയ്യിലിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയാണ്. അപ്പൊ മിനി ഇങ്ങനെ പറയുമ്പോഴും ജയം പറയുന്നുണ്ട്, എടി ആ സാധനം കയ്യിൽ കിട്ടിയതിനു ശേഷമാണ് നീയും നിന്റെ അനിയത്തിയും തമ്മിൽ വഴക്കുണ്ടായത്. അത് മാത്രമല്ല, ഇതിന്റെ പിന്നാലെ നടന്ന് നമുക്ക് എന്തൊക്കെ അപകടം സംഭവിച്ചു ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഒരു ഗതികെട്ട സാധനം തന്നെയാണ്. ഇതിരിക്കുന്നവന്റെ കൈവശം അത് വലിയ നാശം തന്നെ ഉണ്ടാക്കും എന്നുള്ള കാര്യം ജയം പറയുമ്പം മിനി പറയാണ്, അല്ല ഇപ്പൊ ഞാനിത് എന്ത് ചെയ്യണമെന്നാ ജയേട്ടൻ പറയുന്നത്? എടി അവൾ എങ്ങനെ അതും വിറ്റ് വലിയ പണക്കാരിയാകുമെന്നുള്ളതല്ലേ നിന്റെ സങ്കടം? ആ സങ്കടമൊക്കെ ഈ ഞാൻ മാറ്റിത്തരാം. നീ ഒരു കാര്യം ചെയ്യ്, ഇതറിഞ്ഞ ഭാവയെ നടിക്കാതെ ഈ സംഭവം കൊണ്ടുപോയി ആ ഒരു പെട്ടിയുടെ അകത്ത് വെക്കാൻ പറയുകയാണ്. അങ്ങനെ ജയൻ പറഞ്ഞതനുസരിച്ച് തന്നെ മിനിയാണെങ്കിലോ വൈഡൂര്യനാഗം കൊണ്ടുപോയി ആ ഒരു പെട്ടിക്കുള്ളിൽ തന്നെ വെക്കുകയാണ്. അപ്പം ഇതൊന്നും അറിയാതെ അനുപമ എങ്ങോട്ട് വരുന്നുണ്ട്. അനുപമ വന്ന പാടെ പറയാണ്, ചേച്ചി ഇതാ ഇപ്പൊ ഓട്ടോ വരും, അങ്ങനെയാണെങ്കിൽ ഞാൻ പോവുകയാണ്, ചേച്ചി വരുന്ന വഴിക്ക് ഞാൻ ചേച്ചിയും കൂടെ അങ്ങ് ഇറക്കിയേക്കാന്ന് പറയാണ്. അപ്പം മിനി പറയുന്നുണ്ട്, ഇങ്ങോട്ട് ഞാൻ തനിയല്ലേ വന്നത്, തിരികെ പോകാനും എനിക്കറിയാം, അതുകൊണ്ട് നീ ഇനി ഓട്ടോക്കാരനെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട, നേരെ വിട്ടോന്ന് പറയാണ്. അപ്പം അവള് തിരികെ ഇങ്ങ് പോരുന്ന സമയത്താണെങ്കിലോ മിനിയും അതുപോലെ തന്നെ ജയനും കൂടി അങ്ങ് പോവുകയാണ്. അപ്പം അനുപമയാണെങ്കിൽ ആ ഒരു ഓട്ടോയിൽ സഞ്ചരിക്കുമ്പം വഴി മധ്യേ തന്നെ ആ ഒരു ഓട്ടോ തടഞ്ഞു നിർത്തുകയാണ് പോലീസുകാർ. ജയൻ കൊടുത്ത ആ ഒരു മുട്ടൻ പണി തന്നെയാണിത്. അങ്ങനെ അതാ വണ്ടി അവിടെ നിർത്തിയതും, എന്താ സാറേ എന്താ പ്രശ്നം, ഞങ്ങളെന്തിനാ തടഞ്ഞു നിർത്തുന്നതെന്ന് അനുപമ ചോദിക്കുകയാണ്. അല്ല നിങ്ങൾ എങ്ങോട്ട് പോവുകയാണ്? ഞാൻ ദാ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ സ്ഥലപ്പേരും ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നടത്തേക്കാണ് ഞാൻ പോകുന്നതെന്ന്. അങ്ങനെ അനുപമ ഇറങ്ങി ആ ഒരു പെട്ടി ഈ പോലീസുകാർ പൊക്കുകയാണ്. പെട്ടി പൊക്കിയതും, ഇതെന്തിനാ സാറേ എന്റെ പെട്ടി പരിശോധിക്കുന്നത്? അതിനകത്ത് എന്റെയും എന്റെ കുഞ്ഞിന്റെയും ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഞങ്ങളിതാ വീട്ടിൽ വെക്കേഷൻ ആയതുകൊണ്ട് നിൽക്കാൻ പോവാന്ന് പറയാണ്. അപ്പം ഇതൊന്നും പോലീസുകാരൻ വിശ്വസിക്കുന്നില്ല. പോലീസുകാരൻ പറയുന്നുണ്ട്, നീ ആ ദേവകി അമ്മയുടെ മരുമോളല്ലേ എന്ന് ചോദിക്കുകയാണ്. ദേവകി അമ്മയുടെ മരുമോളാണ്. അതെ സാറേ, നിങ്ങളുടെ വീട്ടിൽ നിന്നും എന്തൊക്കെയോ ഒരു മോഷണമൊക്കെ നടന്നായിരുന്നല്ലോ.
ആ അതെ സാറേ, വൈഡൂര്യനാഗം മോഷണം പോയായിരുന്നു. എന്തായോ എന്തോ, ഇപ്പൊ ഒരാഴ്ചയും മേലായി. അറിയില്ല എന്തൊക്കെയായി എന്നുള്ള കാര്യം. പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെയാണ് അമ്മ പറഞ്ഞത് എന്നുള്ള കാര്യമൊക്കെ ഇവള് പറയുമ്പോഴാണ് പെട്ടിക്കകത്ത് നിന്നും വൈഡൂര്യനാഗം കണ്ടെടുക്കുന്നത്. അപ്പൊ പോലീസുകാരൻ ഇത് അറിഞ്ഞു വെച്ചോണ്ട് തന്നെയാണ് അനുപമയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അങ്ങനെ അനുപമയാണെങ്കിൽ വളരെ വെറുക്കാൻ തുടങ്ങി. എന്നാ ഇനിയിപ്പോ ചെയ്യുന്നത്? താനാണെങ്കിൽ പെട്ട അവസ്ഥയിലാണല്ലോ. ഈശ്വര, തന്റെ കൈമറിഞ്ഞു പോയ ഈ സാധനം ഇങ്ങനെ തന്റെ പെട്ടിക്കകത്ത് തന്നെ വന്നു എന്നുള്ള ടെൻഷനിൽ ഇവൾ ഇങ്ങനെ നിന്ന് ചിന്തിക്കുമ്പോഴത്തേക്കിനും പോലീസുകാരൻ പറയുന്നുണ്ട്, ഇത് നീ മോഷ്ടിച്ചതാണെന്നും നീ ഇത് വിൽക്കാനായിട്ട് കൊണ്ടുപോകുന്നതാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിന്നത്. അതുകൊണ്ട് ഒരുപാട് തകിടം അറിയാതെ ഇത് നീ എപ്പോ എടുത്തു, എന്ത് ചെയ്തു എന്നുള്ള കാര്യം നീ വ്യക്തമാക്കണമെന്ന് പറയുകയാണ്. അനുപമ പറയുന്നുണ്ട്, എന്റെ പൊന്നു സാറേ, ഇതേ എനിക്കറിയത്തില്ല ഇതെങ്ങനെ എന്റെ പെട്ടിയുടെ അകത്ത് വന്നു എന്നുള്ള കാര്യം. അപ്പം സാറ് തന്നെ അങ്ങ് വിവരിക്കുകയാണ് അവിടെ നടന്ന ആ ഒരു സംഭവം. കുഞ്ഞുങ്ങളുടെ കെട്ടുനിറ ദിവസം അവരെല്ലാരും ക്ഷേത്രത്തിലേക്ക് പോയി. ആ പോയ ദിവസം തന്നെ നീ ആ വീട്ടിൽ മോഷണം നടത്തുകയാണ് ചെയ്തത്. മോഷണം മുതലുമായിട്ട് തിരികെ ഇറങ്ങിയ നിന്നെ ആ വീട്ടിലെ അമ്മ കാണുകയും അമ്മയെ വരെ അപായപ്പെടുത്തുന്ന രീതിയിൽ നീ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയും ചെയ്തു. ഇത് തന്നെയല്ലേ സത്യമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അനുപമയ്ക്ക് മറ്റ് മറുത്തു പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അവള് ചെയ്ത ആ ഒരു കുറ്റം അത് അവള് സമ്മതിക്കുകയാണ്. അപ്പം പോലീസുകാർ പറയുന്നുണ്ട്, നിനക്ക് സമ്മതിക്കാൻ മടിയാണെങ്കിൽ നിന്നെ സമ്മതിപ്പിക്കാനൊക്കെ എനിക്കറിയാം. എൻ്റെ പൊന്നു സാറേ, ഞാൻ സമ്മതിക്കാം, ഞാൻ തന്നെയാണ് അത് മോഷ്ടിച്ചതെന്നും പറഞ്ഞ് അനുപമ ആ ഒരു കുറ്റസമ്മതം നടത്തുമ്പോഴത്തേക്കിനും അമ്മയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണുന്ന അഖിൽമോൻ ഒരുപാട് സങ്കടാകുകയാണ്. അങ്ങനെ അഖിൽമോൻ നിന്ന് കരയുമ്പം ഈ ചെറുക്കനെ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലാക്കണം എന്നുള്ള കാര്യം ആ ഒരു പോലീസ് ഓഫീസർ, ആ വനിതാ പോലീസുകാരിയെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഇവര് നേരെ വരുന്നത് നമ്മുടെ ഉണ്ണിമോളുടെയൊക്കെ വീട്ടിലേക്കാണ്. അപ്പം ഇതിനിടയ്ക്ക് നമ്മുടെ ഗിരിദേവനെ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉണ്ണിമോള് പറയുന്നുണ്ട്, വാവേ, ഗിരിദേവൻ എവിടെ പോയതാണ്? ഞാൻ ഇത്രയും സമയം ഗിരിദേവനെ തിരക്കിയിട്ട് കണ്ടില്ലല്ലോ. ഗിരിദേവനെ അല്ലേ നീ ആ ഒരു വൈഡൂര്യനാഗം ഏൽപ്പിച്ചത്? ഒരു പക്ഷെ പുള്ളിക്കാരൻ വൈഡൂര്യനാഗം വിറ്റ് വലിയ കോടീശ്വരനായി കാണും. പിന്നെ വാവേ ഇത് ആരെക്കുറിച്ചായി പറയുന്നത്? ഗിരിദേവൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ചുമ്മാ കളിപ്പിക്കല്ലേ എന്ന് പറയാണ് ഉണ്ണിമോള്. അങ്ങനെ നോക്കി നിൽക്കുമ്പം ഗിരിദേവൻ അങ്ങ് വരിക കേട്ടോ. ഗിരിദേവൻ വന്നതും ഗിരിദേവനും വാവയും ഉണ്ണിമോളും കൂടി ഉണ്ണിമോളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ സമയമാണെങ്കിൽ മുത്തശ്ശിക്ക് പച്ച വെള്ളം പോലും കൊടുക്കാതെ അനസൂയ ആണെങ്കിൽ അവളുടെ ക്രൂരത തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിനോദ് വന്നിട്ട് പറഞ്ഞു, നീ ഈ ചായയും പലഹാരവും ഒക്കെ എനിക്ക് ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. എന്റെ അമ്മയും ഈ വീട്ടിലുള്ള ഒരാൾ തന്നെയാണ്. ഇനി വൈഡൂര്യനാഗം കിട്ടിയാലും വേണ്ടിയില്ല, ഇല്ലേലും വേണ്ടിയില്ല, ഇന്നു മുതൽ എന്റെ അമ്മയ്ക്കും ഭക്ഷണം കൊടുക്കണമെന്നുള്ള കാര്യം വിനോദ് ഇങ്ങനെ ദേഷ്യത്തോടു കൂടി അനസൂയയോട് പറയുകയാണ്. അനസൂയ പറയുന്നുണ്ട്, ആ സാധനം തിരികെ കിട്ടാതെ ഒരു കാരണം വെച്ചാലും നിങ്ങളുടെ അമ്മയ്ക്ക് ഞാൻ പച്ച വെള്ളം പോലും കൊടുക്കില്ല എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് മുറ്റത്തേക്ക് ഒരു ജീപ്പ് വരുന്നത്. അപ്പം മുറ്റത്തൊരു മൈന എന്ന് പറയുന്നത് പോലെ പോലീസ് ജീപ്പ് കണ്ടതും ഇവരെല്ലാരും ചാടി വെളിയിലിറങ്ങി. മുത്തശ്ശിയും വയ്യാത്ത കാലും വെച്ച് ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി നോക്കാൻ വന്ന് നിൽക്കുമ്പോഴത്തേക്കിനും ആണ് പോലീസുകാരൻ ഇറങ്ങി ആ ഒരു വൈഡൂര്യനാഗവുമായി വരുന്ന കാഴ്ച അനസൂയ കാണുന്നത്. നഷ്ടപ്പെട്ടു പോയ ആ ഒരു മുതൽ കണ്ടതും അനസൂയ ഓടിച്ചെല്ലുകയാണ്. സാറേ, ഇതെന്റെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു വൈഡൂര്യനാഗമാണ്. സാറിന് ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യം അനസൂയ ചോദിക്കുന്നതും സാറ് പറയാണ്, ഇതൊരു കള്ളി മോഷ്ടിച്ചതാണ്. ആ കള്ളിയെ ഞാൻ കൈയോടുകൂടി പിടികൂടി എന്ന് പറയുകയാണ്. ഈശ്വര, എന്റെ വീട്ടിൽ കയറി ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഏത് കള്ളിയാണ് സാറേ എന്ന് ചോദിക്കുമ്പം പുറകെ പിടിച്ചുകൊണ്ട് വരികയാണ് അനുപമയെ. അപ്പം അനുപമ വരുന്ന ആ ഒരു കാഴ്ച കാണുമ്പോൾ വിനോദും അതുപോലെ അനസൂയയും ഒക്കെ അമ്പരന്ന് നിൽക്കുകയാണ്. ഇവരുടെ വീട്ടില് ഇവരോടൊപ്പം നിന്ന് ഇവരെ ആശ്വസിപ്പിച്ച് നിന്നുകൊണ്ടിരുന്ന അനുപമ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്നുള്ള കാര്യം ഇവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. വളരെ വിഷമിച്ച് നിൽക്കുകയാണ് ഇവരെല്ലാരും. അപ്പം ചേച്ചിയാണോ, ചേച്ചി ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ചതി ഞങ്ങളോട് ചെയ്തതെന്നും ചോദിച്ച് അനസൂയാണെങ്കിൽ അനുപമയ്ക്ക് മുന്നിലെത്തി. ചെന്ന പാടെ തന്നെ അനുപമയുടെ കാരണം നോക്കി ഒരു അടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. കിട്ടിയടപ്പനെ കിട്ടി എന്നും പറഞ്ഞ് അനുപമയാണെങ്കിൽ ആ കാരണം പൊത്തി നിൽക്കുക കേട്ടോ. ഭയങ്കര വേദന എടുത്തിട്ട് പാവത്താനാണെങ്കിൽ എനിക്കൊരു തെറ്റു പറ്റിപ്പോയി, നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറയാണ്. തെറ്റുപറ്റിയെന്നോ? നിങ്ങൾ എന്ത് ക്രൂരതയാണ്! എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ വൈഡൂര്യനാഗം നഷ്ടപ്പെട്ടതാണ്, എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്താണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ്. അപ്പൊ നിങ്ങൾ വിചാരിച്ചത് എന്താണ്? ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അതുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഈ സാധനം എനിക്ക് തിരികെ കിട്ടിയത് എന്നുള്ള കാര്യം അനസൂയ അനുപമയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. അപ്പം ഇനി എന്ത് ചെയ്യാനാണ്, താൻ പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരങ്ങനെ നിൽക്കുമ്പോഴാണ് ആ ഒരു കാര്യം
പോലീസുകാരൻ പറയുന്നത്. ഞങ്ങളിപ്പം വന്നിട്ടുള്ളത് ഈ വീട്ടിലെ തെളിവെടുപ്പിന് വേണ്ടിയിട്ടാണ്. പിന്നെ ദേവകിയമ്മ അറിയാവുന്ന കാര്യങ്ങളെല്ലാം ആ അമ്മ മറച്ചു വെക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ ഇവളെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം. എന്തായാലും സത്യങ്ങൾ ഇപ്പൊ തെളിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ തെളിവെടുപ്പ് നടത്തിക്കോട്ടെ എന്ന് ചോദിക്കുമ്പം വിനോദ് പറയാണ്, ശരി സാറേ, വീട്ടിൽ കയറി എന്താന്ന് വെച്ചാൽ ചെയ്തോന്ന് പറയാണ്. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴത്തേക്കിനും ഉണ്ണിമോൾ ഈ കാഴ്ചയൊക്കെ കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. ഗിരിദേവ, ഇത് എന്താണ് ഈ കാണുന്നത്? ചെറിയമ്മയാണ് വൈഡൂര്യനാഗം മോഷ്ടിച്ചത്. അത് തന്നെയാണ്. ചെറിയമ്മ ഇത് മാത്രമല്ല ചെയ്തത്. നീ ശബരിമലയ്ക്ക് പോയില്ലേ? ശബരിമലയ്ക്ക് പോയപ്പോഴത്തേക്കിനും നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് 2-3 ഗുണ്ടകളെ വിടുകയൊക്കെ ചെയ്തു. അതിന് നിന്റെ ചെറിയമ്മയ്ക്കും വല്യമ്മയ്ക്കും ഒക്കെ പങ്കുണ്ട്. എന്തായാലും കൂട്ടുപ്രതികളെയും ഉടനെ തന്നെ പിടികൂടും എന്നുള്ള കാര്യം ഗിരിദേവൻ പറയുകയാണ്. അപ്പൊ ഇതൊക്കെ കാണിച്ചുകൊണ്ടുള്ള നല്ല സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. എല്ലാവരും മിസ് ചെയ്യാതെ കാണുക. എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ നന്ദിയുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ചെറിയ ജലദോഷവും കാര്യമൊക്കെ ഉള്ളത് കൊണ്ടാണ് സൗണ്ട് ഈ ഒരു രീതിയിൽ കേൾക്കുന്നത്. വീഡിയോ എടുത്തു കഴിയുമ്പോൾ ഏത് രീതിയിലാണ് സൗണ്ട് വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം എല്ലാവരും ക്ഷമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്